ചെരുപ്പിൻ്റെ പെട്ടിയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈസി ആയിട്ടൊരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. ആ പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് വീട് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ വീട് ഉണ്ടാക്കാൻ വീടിൻ്റെ ഷേപ്പ് രണ്ടെണ്ണം വെട്ടിയെടുക്കുക. പിന്നെ വേറെ എക്സ്ട്രാ ഒരു 2 സ്ക്വയർ ഷേപ്പും വെട്ടിയെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരേ അളവാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗം വെച്ചിട്ട് 2 ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മേൽക്കൂരയ്ക്ക് യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് A4 ഷീറ്റ് വയ്ക്കാമെന്ന്. പിന്നെയാണ് സത്യം മനസ്സിലാക്കിയത് ഇന്ത്യയിൽ A4 ഷീറ്റ് ഇല്ലെന്ന്. പിന്നെയാണ് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചെടുക്കാമെന്നുള്ള ബോധം വന്നത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് മൊത്തം റൂഫായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മീതെ ഫുള്ള് നമ്മൾ ഗം അപ്ലൈ ചെയ്യണം. ഗം ഫുള്ള് നിറച്ച് അപ്ലൈ ചെയ്തിട്ട് ഈ തെർമോക്കോള് ഇങ്ങനെ വെതറി കൊടുക്കണം. തെർമോക്കോളാണ് നമ്മൾ സ്നോ ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ തെർമോക്കോള് ആണെങ്കിൽ സ്റ്റവും ഫ്രിഡ്ജും പോലത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കണേ തെർമോക്കോൾ ഉണ്ടല്ലോ, അത് ഞാൻ പൊടിച്ചെടുത്തതാണ്. അതാണ് നമ്മൾ ഇങ്ങനെ സ്നോ ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് പൊടിയായില്ല, കുറേ ശ്രമിച്ചിട്ടാണ് ഇത്ര പൊടിയാക്കിയത്. അപ്പോൾ ഏകദേശം സ്നോ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന് ജനലും വാതിലൊക്കെ വെച്ചെടുക്കുന്നത് എയർ ഡ്രൈ ക്ലേ കൊണ്ടാണ്. ഇനിയിപ്പോൾ എയർ ഡ്രൈ ക്ലേ ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ്നർ അല്ലെങ്കിൽ പെയിൻ്റ് കൊടുത്താലും മതി. ഇനി ഫെയറി ലൈറ്റ് എടുത്തിട്ട് വീടിൻ്റെ ചുറ്റോറും തലങ്കും വലങ്കും ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രാത്രി ഇത് ഓണാക്കുമ്പോൾ നല്ല രസമൊക്കെ കാണാം. അപ്പോൾ ഒരു ലൈറ്റ് പോരാണ്ട് ഞാൻ അതിന് 2 ലൈറ്റായിട്ട് ഇട്ടെടുക്കണം. അപ്പോൾ രാത്രി നമ്മുടെ ബ്രൈറ്റ്നെസ്സൊക്കെ കുറച്ചിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം.